ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫെമിനിൻ ഫ്ലെയർ ബൈ കൃഷ്ണ. അപ്പോൾ ഇന്നത്തെ എൻ്റെ യൂട്യൂബ് വീഡിയോ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഷോർട്ട് ഹെയർ ടു ലോങ് ഹെയർ ട്രാൻസ്ഫോർമേഷനിൽ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു ഹെയർ പാക്ക് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പം ഇന്ന് തേച്ചുകൊണ്ട് നാളെ മുടി വളരുകയോ അല്ലെങ്കിൽ മറ്റന്നാൾ മുടി വളരുകയോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് മുടി വളരുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തേക്കുവാണെങ്കിൽ ഇപ്പം നമ്മളിപ്പം ഒരു വീക്ക്ലി നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ തേക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഹെയർ ഫാള് പതിയെ പതിയെ കുറയുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹെയർ പതിയെ പതിയെ ഗ്രോത്ത് ചെയ്യുന്നത് നമുക്ക് അത് ലെങ്ത് കൂടുന്നതനുസരിച്ച് കാണും. അപ്പം നമ്മളിത് ഒരു മാസം തേച്ച് കഴിയുമ്പോഴാണ് നമുക്ക് വിസിബിളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് പിന്നെ ഒരു മാസം നമ്മൾ ഇച്ചിരി മാറ്റം ഉണ്ടെന്ന് നിർത്താൻ പാടില്ല. അത് നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തേക്കാൻ നമ്മൾ നോക്കണം. അപ്പം അതിൻ്റേതായ ഒരു കാര്യം നമുക്ക് മുടിയിൽ അറിയാൻ പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചുള്ളതാണ്. സോ നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. ഇന്നത്തെ ഈ വീഡിയോയിലെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ സഹായിക്കുന്ന ഒന്നാണ് സവോള. നല്ല റെഡ് സവോള നോക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക, ഇത് കിട്ടുന്ന അനുസരിച്ച്. എന്നിട്ട് നമ്മളത് ഒരുപാട് കുഞ്ഞായിട്ട് അരിയണ്ട, ഇതുപോലെ ഒരു വലുപ്പത്തിൽ അരിഞ്ഞിട്ട് നമ്മൾ മിക്സിയുടെ ജാറിനകത്ത് ഇടുക. എന്നിട്ട് നമ്മളത് അതുപോലെ ഒരുപാട് പേസ്റ്റ് ആക്കുകയും ചെയ്യരുത്. വളരെ ലാർജ് ലംബായിട്ടുള്ള കഷ്ണങ്ങളായിട്ട് വേണം ഇടാൻ വേണ്ടി, കാരണം നമ്മളത് അരിപ്പയിൽ അരിച്ചെടുക്കുക. ദെൻ അതിലേക്ക് ആഡ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ കാസ്റ്റർ ഓയിലാണ്. ഇത് ഈസി അവൈലബിൾ ആണ്, മെഡിക്കൽ സ്റ്റോറിലെല്ലാം കിട്ടും. ഇതിൽ രണ്ട് മൂന്ന് ഡ്രോപ്സ് കൂടി ആഡ് ചെയ്യുക ഈ ഒരു നമ്മുടെ സവോള നീരിലേക്ക്. എന്നിട്ട് വേണം എല്ലാവരും വീഡിയോ കണ്ടല്ലോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കാണിത്. നമുക്ക് വേണമെങ്കിൽ ഉള്ളിയുടെ ജ്യൂസ് മാത്രം വെച്ചായിട്ട് നമുക്ക് ഈ ഹെയർ പാക്ക് ഈ ഹെയർ ജ്യൂസ് നമുക്ക് ഉണ്ടാക്കി നമുക്ക് ഹെയറിൽ സ്പ്രേ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ തേക്കുന്നത് ഹെയർ കണ്ട നമുക്കിങ്ങനെ ഒരു കോട്ടൺ ഇതെടുത്തിട്ട് നമുക്കിങ്ങനെ വകർപ്പായിട്ട് എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഹെയറിൽ തേക്കുന്നതിനേക്കാളും ഹെയർ സ്ട്രാൻഡ്സിൽ തേക്കുന്നതിനേക്കാളും നമ്മൾ റൂട്ടിൽ തേക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് ഈ സവോള നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുമെന്ന് വെച്ചാൽ ഈ സവോളയ്ക്കകത്ത് സൾഫറുണ്ട്. നമ്മുടെ ഈ സൾഫർ കണ്ടൻറ്റാണ് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ ബ്ലഡ് സർക്കുലേഷനെ പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ബ്ലഡ് സർക്കുലേഷൻ കൂടുതൽ നടക്കുമ്പോഴാണ് ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നത്. പിന്നെ നമുക്ക് ഇതുപോലെ ഒനിയൻ്റെ ജ്യൂസായിട്ട് തന്നെ തേക്കാൻ ഞാൻ പറഞ്ഞ പോലെ ആ സ്മെല്ലൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓയിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഓയിലിൻ്റെ ഗുണം കൂടെ ആഡപ്പ് ചെയ്യുന്നു. ഇത് വേണം, ഞാനിത് കാസ്റ്റർ ഓയിലും ഒനിയൻ ജ്യൂസും മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇത് വേണം ഒലിവ് ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലും ഇടാം. അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലും കാസ്റ്റർ ഓയിലും കൂടെ നമുക്കറിയാം കാസ്റ്റർ ഓയിൽ കുറച്ചേറെ ഒരു തിക്നെസ് കൂടുതലാണ്. അപ്പോൾ കാസ്റ്റർ ഓയിലും ഒനിയൻ ജ്യൂസും ദെൻ കോക്കനട്ട് ഓയിലൂടെ മൂന്നൂടെ മിക്സ് ചെയ്തിട്ടായാലും ഈ ഹെയർ പാക്ക് നമുക്ക് തേക്കാനുള്ളതേ ഉള്ളൂ. നമുക്കറിയാം ഈ ഹെയർ പാക്ക് കുറച്ചുകൂടെ സിമ്പിൾ ഹെയർ പാക്കാണ്. നമുക്ക് ഇതിൽ കാസ്റ്റർ ഓയിൽ മാത്രമേ നമ്മുടെ വീട്ടിൽ ഇല്ലാത്തതുള്ളൂ, അത് മാത്രമേ മേടിക്കേണ്ടി വരുന്നുള്ളൂ. ബാക്കി നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ ഹെയർ പാക്ക് തേക്കുക. ഞാൻ പറഞ്ഞ പോലെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു മന്തേലും ഇത് തേക്കാൻ നോക്കണം. അങ്ങനെ തേക്കുമ്പോഴാണ് നമുക്ക് വിസിബിളായിട്ട് റിസൾട്ട് കാണാൻ പറ്റുന്നത്. അതും നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് തേക്കാമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്, ഒന്നുകൂടെ നമുക്ക് നല്ലതാണ് കേട്ടോ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പം ഇനി ഇതുപോലത്തെ ഹെയർ ഗ്രോത്ത് ടിപ്സുമായിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ ബൈ.